കണ്ണൂരിലെ CPM-ലെ ആഭ്യന്തര കലഹങ്ങളെയും സ്ഥാനാർത്ഥി നിർണയത്തെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കെ സുധാകരൻ നടത്തിയ പ്രതികരണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിന്റെ അകത്ത് ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയാണ്. ഇടതുപക്ഷത്തിന്റെ അകത്ത് നിന്ന് പാർട്ടി അണികൾ വളരെയേറെ പൊട്ടിത്തെറിക്കുന്ന ഒരു രാഷ്ട്രീയ ചുറ്റുപാടിലാണ് അവരിപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടും ചോദിച്ചാൽ ഈ പ്രശ്നത്തിന്റെ ഒന്നും പരിഹാര നടപടിയല്ല, അതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന അസ്തിത്വമാണ് ഒരു പ്രശ്നം. ആ അസ്തിത്വം കവർ ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് സഹായിക്കുന്ന ആളുകളോർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അണികൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. പി.കെ. ശശി മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ UDF പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയായിരിക്കും ഒക്കെ പരിഗണിക്കാം. അതൊക്കെ പരിഗണിക്കേണ്ടി വരും. ഒരാള് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സേവനം നാട്ടിൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കും. രണ്ട് കൈനീട്ടി അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഞങ്ങൾ എന്നും വിലമതിക്കുന്ന ഒന്നാണ്. എന്തു പറഞ്ഞാലും ഇത്രയും നട്ടലോടുകൂടി ഒരു കാപട്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സാധാരണക്കാരനായ ഒരു പാർട്ടിക്കാരൻ ഇടതുപക്ഷത്തിന് ഇതുപോലെ ഒരു കിരാതമായ ഒരു നെഞ്ചത്ത് ചവിട്ടുന്നത് ഇതുപോലൊരു സംഭവം ആദ്യത്തേതാണ്. അദ്ദേഹം സത്യസന്ധമായാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആരും പറയുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അത് പബ്ലിക്കാക്കി പറഞ്ഞതെന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞത്. അത് പാർട്ടി മത്സരിക്കുന്നു, പാർട്ടി തീരുമാനിക്കണം. ഞാനല്ല തീരുമാനിക്കുന്നത്. പിന്നെ KPCC പ്രസിഡന്റ് ആവാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ പ്രശ്നം നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, അവരെ സ്ഥാനാർത്ഥി ഉണ്ടാവും. ജനങ്ങള് കാർക്കിച്ച് തുപ്പുകയാണ്. അത്ര മോശമാണ് അതിന്റെ ഒരു റിസൾട്ടിന്റെ റിയാക്ഷൻ. നാണോ മാനോ ഉണ്ടെങ്കിൽ അവർ മത്സരിക്കാൻ പാടില്ല. അത്ര പബ്ലിക്കിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ഇടതുപക്ഷത്തിന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പാർട്ടി അണികൾക്കിടയിൽ വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു. CPM-ന്റെ പ്രത്യയശാസ്ത്രപരമായ അസ്തിത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ടതായാണ് സുധാകരന്റെ പക്ഷം. P.K. ശശിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശശി മത്സരിക്കുകയാണെങ്കിൽ UDF അത് ഗൗരവകരമായി പരിഗണിക്കുമെന്നും രാഷ്ട്രീയമായി തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ CPM-ൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന V. കുഞ്ഞികൃഷ്ണനെ കോൺഗ്രസ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന സുധാകരന്റെ പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവർക്ക് അർഹമായ പരിഗണന നൽകാൻ UDF തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്തൂർ നഗരസഭയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും സുധാകരൻ ആഞ്ഞടിച്ചു. നാണവും മാനവും ഉണ്ടെങ്കിൽ അവർ ഇനി ഒരു മത്സരത്തിന് നിൽക്കരുതെന്നും ജനങ്ങൾ അവരെ കാർക്കിച്ച് തുപ്പാനുള്ള സാഹചര്യം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കണ്ണൂർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു.